സ്വാതന്ത്ര്യ സമര സേനാനിയും ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടത് 1966 ജനുവരി 11-നായിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് സൈനിക മഹത്വം സമ്മാനിക്കുക മാത്രമല്ല, ഹരിത വിപ്ലവത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും പാത കാണിക്കുകയും ചെയ്തു. കർഷകരോടും അതിർത്തി കാക്കുന്നവരോടും അഗാധമായ സ്നേഹം വെച്ചു പുലർത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ. പ്രമേഹ രോഗത്തിനെതിരെ മനുഷ്യനിൽ ആദ്യമായി ഇൻസുലിൻ ഉപയോഗിച്ചത് 1922 ജനുവരി 11-നായിരുന്നു. ഇന്ത്യൻ ആത്മീയതയെ പാശ്ചാത്യ ബൗദ്ധിക പുരോഗതിയുമായി സംയോജിപ്പിക്കുവാൻ ശ്രമിച്ച ഇന്ത്യയിലെ ഹിന്ദു ആത്മീയ നേതാവും പരിഷ്കർത്താവുമായിരുന്ന സ്വാമി വിവേകാനന്ദൻ ജന്മദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യയിൽ ജനുവരി 12 യുവജന ദിനമായി ആചരിക്കുന്നു. 1863 ജനുവരി 12-ന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൽക്കട്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. 1972 ജനുവരി 12-നാണ് അബു സയ്യിദ് ചൗധരി ബംഗ്ലാദേശ് റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റും ഷെയ്ഖ് മുജീബുർ റഹ്മാൻ പ്രധാനമന്ത്രിയുമായത്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്ര കപ്പലായ RMS ക്വീൻ മേരി 2 അതിൻ്റെ ആദ്യ യാത്ര നടത്തിയത് 2004 ജനുവരി 12. ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിത ശാസ്ത്രജ്ഞനുമായ ഗലീലിയോ ഗലീലി വ്യാഴത്തിൻ്റെ 4ാമത്തെ ഉപഗ്രഹമായ കാലിസ്റ്റോ കണ്ടെത്തിയത് 1610 ജനുവരി 13-നായിരുന്നു. ലോകത്ത് റേഡിയോ ആദ്യമായി സംപ്രേഷണം ചെയ്തത് 1910 ജനുവരി 13-നായിരുന്നു. 20 കിലോമീറ്റർ അകലെ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കപ്പലിൽ ഇതിൻ്റെ സംപ്രേഷണം കേൾക്കാമായിരുന്നു. 1948 ജനുവരി 13-നാണ് മഹാത്മാഗാന്ധി തൻ്റെ അവസാന നിരാഹാരം ആരംഭിച്ചത്. ജനുവരി 14-ന് എല്ലാ വർഷവും രാജ്യം സൈന്യത്തോടൊപ്പം സൈനിക ദിനം ആചരിക്കുന്നു. ഇന്ത്യൻ ആർമി തികച്ചും സന്നദ്ധ സേവനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈന്യമാണിത്. നിലവിൽ 12 ലക്ഷത്തിലധികം സജീവ ഉദ്യോഗസ്ഥരും 10 ലക്ഷത്തിൽ താഴെയുള്ള റിസർവ് ഉദ്യോഗസ്ഥരുമുണ്ട്. 1761 ജനുവരി 14-ന് 3-ാം പാനിപ്പത്ത് യുദ്ധത്തിൽ അഹമ്മദ് ഷാ അബ്ദാലിയുടെ അധിനിവേശ സൈന്യത്താൽ ഇന്ത്യയിലെ മറാഠ സാമ്രാജ്യം പരാജയപ്പെട്ടു. 2011 ജനുവരി 14-ന് അറബ് വസന്തത്തിന് തുടക്കമിട്ട മുല്ലപ്പൂ വിപ്ലവത്തെ തുടർന്ന് ട്യൂണീഷ്യയുടെ പ്രസിഡന്റ് സൈനുൽ ആബിദീൻ ബിൻ അലി രാജിവെച്ചു. ഇന്ത്യയിൽ ജനുവരി 15 ദേശീയ കരസേനാ ദിനമായി ആചരിക്കുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതോടെ 1949 ജനുവരി 15-ന് ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ ഇന്ത്യൻ മേധാവിയായി ജനറൽ കരിയപ്പ അധികാരമേറ്റു. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി 15-ന് ദേശീയ കരസേനാ ദിനം ആചരിക്കുന്നത്. ജിമ്മി വെയിൽസും ലാറി സാംഗറും ചേർന്ന് രൂപം നൽകിയ വിക്കിപീഡിയ ഔദ്യോഗികമായി നിലവിൽ വന്നത് 2001 ജനുവരി 15-നായിരുന്നു. ലോക പ്രശസ്തമായ ബ്രിട്ടീഷ് മ്യൂസിയം പ്രവർത്തനമാരംഭിച്ചത് 1759 ജനുവരി 15-നാണ്. ഇന്ത്യൻ ലോക്പാൽ യോഗയുക്ത ആക്ട് 2013 നിലവിൽ വന്നത് 2014 ജനുവരി 16-നായിരുന്നു. ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആയിരുന്നു ആദ്യ ലോക്പാൽ ചെയർപേഴ്സൺ. 2021 ജനുവരി 16-നാണ് ഇന്ത്യയിൽ COVID-19-നെതിരെയുള്ള വാക്സിനേഷൻ ആദ്യമായി ആരംഭിച്ചത്. ശുചിത്വ പ്രവർത്തകനായ മനീഷ് കുമാറിന് ആദ്യ ഡോസ് ലഭിച്ചു. മലയാള സിനിമാ ചരിത്രത്തിലെ നിത്യഹരിത നായകൻ എന്ന് വിശേഷണമുള്ള പ്രേം നസീർ അന്തരിച്ചത് 1989 ജനുവരി 16-നായിരുന്നു. യഥാർത്ഥ പേര് അബ്ദുൽ ഖാദർ എന്നായിരുന്നു. 1987 ജനുവരി 17-നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമിയായ
ഏഴിമല നാവിക അക്കാദമിക്ക് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തറക്കല്ലിട്ടത്? കണ്ണൂർ വിമാനത്താവളത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് 2008 ജനുവരി 17-നായിരുന്നു. 2014 കാണാതായ മലേഷ്യൻ വിമാനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ 3 വർഷമായിട്ടും കണ്ടെത്താനാവാത്തതിനെ തുടർന്ന് നിർത്തിവെച്ചത് 2017 ജനുവരി 17-നായിരുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, മോണിക്ക ലെവൻസ്കി അപവാദ കഥകൾ ആദ്യമായി പുറത്തു വന്നത് 1998 ജനുവരി 18-നായിരുന്നു. 2 പതിറ്റാണ്ടിലേറെ കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളെ ഭീതിയിലാഴ്ത്തിയ ഇന്ത്യൻ കൊള്ളക്കാരനും വേട്ടക്കാരനും കള്ളക്കടത്തുകാരനുമായ വീരപ്പൻ ജനിച്ചത് 1952 ജനുവരി 18-നായിരുന്നു. പ്രശസ്തമായ സെർച്ച് എഞ്ചിൻ yahoo.com നിലവിൽ വന്നത് 1995 ജനുവരി 18-നായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വിശുദ്ധ മക്കയിൽ വെച്ച് നിര്യാതനായത് 1973 ജനുവരി 19-നായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിച്ച ജനനേതാവായിരുന്നു അദ്ദേഹം. മതസൗഹാർദ്ദത്തിനും സാമൂഹിക നീതിക്കും പിന്നോക്ക വിഭാഗങ്ങളുടെ പുരോഗതിക്കും വേണ്ടി നിലകൊണ്ട അദ്ദേഹം കറപുരളാത്ത വ്യക്തിത്വവും അടിയുറച്ച മതചിട്ടകളും ആർജവവും നിലനിർത്തി പൊതുജീവിതത്തിൽ തിളങ്ങുന്ന മാതൃകയായി. 1966 ജനുവരി 19-നാണ് നെഹ്റു കുടുംബത്തിലെ അംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 1922 ജനുവരി 20-നായിരുന്നു മലബാർ സമര നായകനും ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ നിരന്തരം പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷ് സൈന്യം മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. മൊബൈൽ നമ്പർ മാറ്റാതെ തന്നെ നെറ്റ്വർക്ക് മാറാൻ സാധിക്കുന്ന മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി രാജ്യത്താകമാനം നടപ്പിലാക്കിയത് 2011 ജനുവരി 20-നായിരുന്നു. ആദ്യം നിലവിൽ വന്നത് 2010 ഹരിയാനയിലായിരുന്നു. 1913 ജനുവരി 20-നാണ് പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ ജനിച്ചത്.